ശ്രീ സുരേഷ് കുമാർ അല്ലെങ്കിൽ തന്നെ പി എസ് പ്രശാന്തും അദ്ദേഹത്തിന്റെ ബോർഡും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ റഡാറിലാണ്. ഇന്നലെയും കോടതി പറയുന്നു 2018 മുതൽ 2025 വരെയാണ് ക്രൈം സ്പാൻ എന്നാണ്. അതിന്റെ കൂടെ അയ്യപ്പ സംഗമത്തിൽ കൂടി കുടുങ്ങാൻ പോവാണോ പ്രശാന്തിന്റെ ബോർഡ്? ശ്രീ സുരേഷ് കുമാർ. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദേവസ്വം മിനിസ്റ്ററുടെ ഒരു ബൈറ്റ് നിങ്ങളൊരല്പം കാണിച്ച് അതിൻ്റെ ശബ്ദശകലം ഞാനും കേട്ടതാണ്. അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കാരണം സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സ്പോൺസർഷിപ്പ് ഏറ്റിട്ടുള്ളവർ സ്പോൺസർഷിപ്പ് നൽകുകയും അതിനനുസരിച്ചാണ് ഈ ഏത് ഏജൻസിയാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ് ഈ പരിപാടിയുടെ ആദ്യ സോഴ്സ് പണം ചിലവഴിച്ചതെങ്കിൽ റീഫണ്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് സാധാരണ ഇത്തരം പരിപാടികളിൽ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ദേവസ്വം ബോർഡ് അത് ചിലവഴിച്ചിട്ടുണ്ട് എങ്കിലും സ്പോൺസർഷിപ്പിലൂടെ പണം വരുമ്പോൾ അത് റീഫണ്ട് ചെയ്യുന്ന ഒരു രീതി നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് കണക്ക് കൃത്യമായി വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് തീർച്ചയായിട്ടും അതിൻ്റെ ആഡിറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ സ്പോൺസർഷിപ്പ് വരുന്ന മുറയ്ക്ക് വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകും. ദേവസ്വം ബോർഡ് പോലെ വളരെ ഇത്രയും ഈ വർത്തമാന ഘട്ടത്തിൽ വളരെ കൃത്യതയോടുകൂടി പരിശോധിക്കപ്പെടുന്ന ഒരു ഏജൻസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൃഥാ ചെലവ് നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആൾ ചികഞ്ഞ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പരിശോധിക്കുമ്പോൾ ഈ നഖമില്ലാത്തവനെ ആക്ഷേപിക്കാൻ വരുമ്പോൾ കൈയില്ല എന്നുള്ള കാര്യം കൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കി. മുമ്പ് ഇവിടെ സെപ്റ്റംബറിൽ നടന്നതാണ്. നമുക്കതിലേക്ക് എത്താം. താങ്കൾ പറയുന്ന പ്രളയ ഫണ്ടിൽ വയനാട് നമുക്കതിലേക്ക് എത്താം. സെപ്റ്റംബറിൽ നടന്ന അയ്യപ്പ സംഘമാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 45 നാളും കണക്ക് വെക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ കണക്ക് വെച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വെച്ച കണക്ക് പോലും അത് ദേവസ്വം ബോർഡിന്റെ കണക്കല്ല, അത് ദേവസ്വം കമ്മീഷൻ കണക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്ട് കറക്ഷൻ. ഇനി എന്ന് ഈ പറയുന്ന കോടികൾ വരാനാണ്? കോടികൾ വന്നില്ലെങ്കിൽ നഷ്ടം ആരുടേതാണ്? വിശ്വാസികളിട്ട കാണിക്കയിലടക്കം വിട്ട ചില്ലിക്കാശ സാറേ നഷ്ടമായിരിക്കുന്നേ. എന്തിനു വേണ്ടി? കാശ്മീർ, നമ്മൾ ഈ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന കാര്യം അതേപടി വാരി വിഴുങ്ങുന്നത് ആ ഒരു പ്രവണത ശരിയല്ല. പ്രത്യേകിച്ച് താങ്കളെപ്പോലെ ഏറ്റവും ഇന്ന് മാധ്യമരംഗത്ത് നിൽക്കുന്നതിൽ ഏറ്റവും മിടുക്കന്മാരിൽ ഒരാളായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകൻ അതേ രൂപത്തിൽ ഇതിനെ വിമർശിക്കുന്നത്, ഞാൻ അതിൻ്റെ വിമർശനമൊക്കെ ഞങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങളെയൊക്കെ ആരോഗ്യപരമായി ഉൾക്കൊള്ളുന്നതിൽ എനിക്ക് യാതൊരുവിധ സങ്കോചവുമുള്ള ഒരാളല്ല. അങ്ങനൊരു വിമർശനമുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാമല്ലോ, ഇത്തരം വലിയ വലിയ പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തൊക്കെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളും. ഒന്ന്, അതിൻ്റെ മെറിറ്റ് എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വരി ഇവിടെ പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിമർശനങ്ങൾ ഏകപക്ഷീയമാകുന്നു, അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ. എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം? ആ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷമുണ്ടായിട്ടുള്ള കോൺസിക്വൻസസ് നമുക്കറിയാം. അതും ഒരു ഭാഗത്ത് ആ വിഷയം വരുമ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മോട്ടീവ് എന്തായിരുന്നു? അത് ശബരിമലയെ ഇന്ന് കാണുന്ന രൂപത്തിൽ നിന്നും കൂടുതൽ വികസനോന്മുഖമായ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അത് ചെമ്മണ്ണ് തറയിലിരുന്ന് ആ പരിപാടി നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമല്ല. ഈ കാലഘട്ടം കേരളത്തിൽ ഉൾപ്പെടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ 24-ൻ്റെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് എത്രമാത്രം വർണ്ണാഭമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ സംഘാടകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അവിടെ വരുന്ന വിശിഷ്ട അതിഥികളെ എങ്ങനെയാണ് ക്ഷണിച്ച് ആനയിച്ച് അവരെ കൊണ്ടുവരേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ മാറിയ കാലഘട്ടത്തിലെ ചിലവുകൾ അവിടെയും ഉണ്ടാകും. ഇത് സ്പോൺസർഷിപ്പിലൂടെ ഈ തുക സമാഹരിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. അത് ചിലപ്പോൾ ഈ സ്പോൺസർഷിപ്പ് തുക വൈകാറുണ്ട്. ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വളരെ കൃത്യമായി അറിയില്ല. ദേവസ്വം ബോർഡ് നേതൃത്വം നൽകിയിരുന്നവരും അന്ന് നേതൃത്വം നൽകിയിരുന്നവരും ഇന്ന് നേതൃത്വം നൽകിയവരും കൂടെ അവരുടെ കൂടെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നാൽ മാത്രമേ ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത്, കൃത്യമായി ഒരു കണക്ക് ഓഡിറ്റിൻ്റെ ആദ്യ രൂപമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ കണക്ക് വരുമ്പോൾ സ്പോൺസർഷിപ്പിൽ ഇത്ര, അല്ലെങ്കിൽ സംഘാടകരെന്നുള്ള നിലയിൽ ഞങ്ങൾ ഇത്ര രൂപ ചിലവാക്കി, സ്പോൺസർഷിപ്പ് കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു. ഒരു പക്ഷേ സ്പോൺസർഷിപ്പ് കിട്ടാതെ വന്നിട്ടുണ്ടോ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ എയറിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതൊരു വിമർശനമാണ്. അവിടെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന രൂപത്തിലേക്ക് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പറയുന്ന അതേ വാചകങ്ങൾ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ തിരിച്ച് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിന് ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി
ഒരു പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയെ കബളിപ്പിച്ച് ഈ പ്രളയ ദുരന്ത ബാധിതരുടെ പേരിൽ പണം സമാഹരിച്ചിട്ടുണ്ട്. ആ പണം എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു മാധ്യമങ്ങൾക്കും ചർച്ചയില്ല. എന്ന് മാത്രമല്ല, അയാളെ വെള്ളപൂശുന്നതിൻ്റെ വ്യഗ്രതയിലാണ് ഈ നാട്, കുറച്ചാളുകളെങ്കിലും. അതെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ. ഞങ്ങൾ വിമർശനത്തിന് അതീതരൊന്നുമല്ല. ഞങ്ങളെ വിമർശിക്കാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചോളൂ. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് കൂടെ പറയാനുള്ള സാമാന്യ മര്യാദ മാധ്യമപ്രവർത്തകർക്ക് കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഈ സന്ദർഭത്തിൽ ബോധ്യം. ഓക്കെ, നമുക്ക് അടിസ്ഥാനപരമായ മോട്ടീവ് എന്തായിരുന്നു എന്നും ആ മോട്ടീവിൽ ഏതൊക്കെ കാര്യങ്ങൾ ഒരു പടിയെങ്കിലും മുന്നോട്ട് പോയി നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഉറപ്പായി നമ്മൾ പരിശോധിക്കും. ശ്രീ സുരേഷ് കുമാർ, ഞാൻ അത് വേണ്ടെന്ന് വെച്ചതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.